ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് കാലത്തിന് നമ്മൾ വാക്സിൻ അടിക്കാൻ പോകുന്നതാണ്. എനിക്കല്ല, ഉമ്മാക്ക്. എൻ്റെ വാക്സിൻ ഇപ്പോൾ ഒന്നും കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉമ്മാക്ക് എന്ത് പ്രയോറിറ്റി, ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല, അതെല്ലാം കാണിച്ചപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ശരിക്കും ഇന്നത്തെ ദിവസം അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകേണ്ട ദിവസമാണ്. എന്താ ചെയ്യുക, വാക്സിൻ്റെ ഡേറ്റ് കിട്ടിയതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഇമ്പോർട്ടൻസ് വാക്സിൻ അല്ലേ, അപ്പോൾ പിന്നെ വാക്സിൻ അടിക്കുക. ട്രിപ്പ് പിന്നെയും പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം മാച്ചുവിനെ പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് വിടുകയാണ്. കാരണം അവൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് അവനെ കൂട്ടാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇരുത്തിയിട്ട് ഒറ്റക്കാക്കിയിട്ട് പോകാനും കഴിയില്ല. പോയി വന്നിട്ട് ചിരിക്കാം. വാക്സിൻ രജിസ്ട്രേഷൻ ഓൺലൈൻ ആയതുകൊണ്ട് ഒരാൾക്ക് ഓരോ സ്ഥലത്താണ് കിട്ടുക. ഇപ്പം നമ്മൾ അമ്മായിക്കെല്ലാം കിട്ടിയത് വളവട്ടണാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ എന്താ വേറൊരു അമ്മായിക്ക് കിട്ടിയത് പുന്നച്ചേരി. അങ്ങനെ ഓരോരാൾക്ക് ഓരോ സ്ഥലത്താണ്. എന്തോ ഭാഗ്യത്തിന് ഉമ്മാക്ക് മാട്ടൂലനെ കിട്ടി. ശരിക്കും ഉമ്മാക്ക് അന്നേ കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ എടുത്തൊണ്ടി ആയതുകൊണ്ടാണ് അന്നേ വെക്കാണ്ടെന്നിന്. പിന്നെ പറഞ്ഞിട്ടൊക്കെ അറിയില്ല, ഉമ്മാക്ക് ഓരോരോ പിന്നെ എന്താ പറയുക മരുന്നൊന്നും പറ്റാത്തതെന്ന്. അപ്പോൾ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ആവും, പിന്നെ അങ്ങനെ ഛർദിയാവും, ഹോസ്പിറ്റലൈസ്ഡ് ആവും, അങ്ങനെ കുറേ പണിയാവും. അതുകൊണ്ട് പിന്നെ ഉമ്മ പേടിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇന്നിപ്പോൾ മാസം ഇല്ലാത്തതുകൊണ്ട് ഇത് മൊബൈൽ പിടിച്ചിങ്ങനെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യണം. ഉമ്മാക്ക് ഇതൊന്നും ഇങ്ങനെ പിടിക്കാനറിയില്ല. ഉമ്മ ഒരു കാര്യം ചെയ്തൊന്ന് പിടിച്ചേ, കാരണം ഇതിലിപ്പോൾ റിസ്ക് ആണ് ഇങ്ങനെ പിടിക്കല്. മൊബൈൽ പിടിക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടാ. 2 ദിവസം മുമ്പ് ഞാൻ പേപ്പറിൽ കണ്ടതാണ് ഒരു പുതിയ നിയമം വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ പിടിച്ചിട്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മളെ ലൈസൻസ് കട്ടാവുക, അല്ലെങ്കിൽ ഫൈനൊക്കെ വരുള്ളൂ. പക്ഷെ ഇനി മുതൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത്, അതായത് ഹാൻഡ്സ് ഫ്രീ ആക്കി കഴിഞ്ഞാലും നമ്മളെ ലൈസൻസ് കട്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫൈൻ എടുക്കേണ്ടി വരും ഏതെങ്കിലും ഒന്ന്. ഇനി മുതൽ നമ്മളിവിടെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കട്ടാവുന്ന അറിയില്ല ഉമ്മ. എന്താ പരിപാടി അല്ല, ചിലപ്പോ അടുത്ത നിയമം ആയിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. എന്തുണ്ട് ഉമ്മ? നല്ല കടച്ചില്, വേറെ പ്രശ്നമില്ലല്ലോ. പേടിച്ചൊരു വകയ. ഇന്നലെ എന്ത് പേടിയാ പേടിച്ചിന്? വേദന പേടിച്ചിട്ടാ? ഉമ്മാക്ക് അൾസറിലോട് പേടിച്ചതാ. അത് പേടിച്ചിട്ടാണ് അന്നേ അടിക്കണ്ടെന്ന് പറയും. പിന്നെ ധൈര്യം കൊടുത്തു അല്ലേ? ഇന്നലെ ധൈര്യം കൊടുത്തു, ആശ്വാസം. വന്നപ്പാടന്നെ ഉമ്മ ബിരിയാണി വെക്കാനെല്ലാം പോയി. ഞാനാണെങ്കിൽ ചിക്കൻ മസാല വരക്കാൻ വേണ്ടി വന്നിട്ടുള്ള. രാത്രിയേക്ക് പെരി പെരി ചിക്കനാക്കാൻ വേണ്ടി ഒരു ചിക്കനെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിന് മസാല വരക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മാച്ചു നിന്ന് സർപ്രൈസ് ആയിരിക്കും. റെസിപ്പി ഞാൻ റൈഗേറ്റ്സിൽ ഇടും കേട്ടോ. ഓക്കെ, നമ്മുടെ മാരിനേഷനെല്ലാം കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനിടയിൽ ഞാൻ മാച്ചൂനൊക്കെ കൂട്ടിയിട്ട് വരട്ടെ. എന്താ പരിപാടി ഇത്? എന്താ പരിപാടി? പൂഴിയില്ല. അയാനും എന്താ ചെയ്യുന്നത്? വേണ്ട ആലിയാന്റെ മുഖത്തൊന്നും എറിയണ്ട. വേണ്ട, പാവല്ലേ, വേണ്ട അയാനോ. ക്രൂരത വേണ്ട അല്ലേ? വാ പോവാ മാച്ചു. നമ്മളെ അമ്മായിൻ്റെ അടുത്ത് നിന്ന് അടിപൊളി ബർഗറും ചായലും കുടിച്ചിട്ട് വന്നു. നമ്മളെ സഫ് ഉണ്ടാക്കിയ ബർഗറാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ഫുൾ തിന്നണോ തന്നെ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെ വിചാരിച്ചു വേണ്ട വിചാരിച്ചിട്ട് പകുതി തിന്ന്. മാച്ചു ഒന്ന് തിന്നു തോന്നല്ലേ? ഓ, മാച്ചു വന്നപ്പാടിതാ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണിയിൽ ഇറങ്ങി. മാച്ചു എന്തുണ്ടായിരുന്നു? ബർഗർ എന്തുണ്ടായിരുന്നു? അടിപൊളി ടേസ്റ്റ് അല്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നല്ലേ? നമ്മൾ കോഴിക്കോടിന് ഒരു പുതിയ ഡോർ ഉണ്ടാക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് 1-2 ആളെ കണ്ട് നല്ലൊരു ഡോറാക്കി താക്കിത്താന്ന് പറഞ്ഞിട്ട് വരാന്ന് പറയുന്നല്ലാണ്ട് ആരും വരുന്നില്ല. ആരും ഇല്ലയെന്നൊന്നും പറയുന്നില്ല, എല്ലാവരും വരാന്ന് പറഞ്ഞ്. പക്ഷെ ആരും ഈ വഴിക്ക് കാണുന്നില്ല. അവസാനം എന്ത് ചെയ്ത് നമ്മളപ്പുറം പിന്നെ തറവാടിൻ്റെ പമ്പ് ഹൗസ് പൊളിക്കുന്നതായിട്ട് അതിൻ്റെ ഡോറെടുത്തുണ്ടെന്നതാണ്. കഴിഞ്ഞാ നമുക്കൊരു ബീച്ചിൽ പോകാം. ഒരച്ചപ്പൊട്ട് വാ പോവാല, ഒന്ന് കറങ്ങിട്ടിലും വരാലോ മോനെ. എൻ്റെ നാട്ടിലെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈഗേറ്റ്സിൽ. അത് തുടങ്ങിയ സമയത്തായിരുന്നു, ഏകദേശം 2 വർഷമായി. അപ്പോൾ ആ സമയം ഞാൻ അവിടെ പോയിട്ട് വ്ളോഗ് ചെയ്ത്. അതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ സൈഡിൻ്റെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നടന്ന് പോകാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയേ വേണം. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ നല്ല ചളിയാണ്,
കാല് എടുത്ത് വെക്കാൻ കഴിയും, അത്രയും ചളിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ഏതായാലും നമുക്ക് പിന്നെ വണ്ടി തന്നെ എടുത്ത് പോകാം. ഇത് ഇതാണ് നമ്മളിവിടെ ചീന എന്ന് പറയും കേട്ടോ, വലിയ തോണിയാണ്, നമ്മളെടുത്ത് ചീന എന്നാ പറയുക. അത് പണിയെടുക്കാൻ വേണ്ടി കയറ്റിയതാണ്. ഇതാണ് കേട്ടോ നമ്മളെ നാട്ടിലെ ബീച്ച്, അല്ല കുഞ്ഞ് ബീച്ചാണ്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ആൾക്കാർ മറ്റേ പിള്ളേഴ്സെല്ലാം അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികൾ, പിന്നെ അതുപോലെ മീൻ പിടിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഫാമിലീസ് വന്നിരിക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ആ ഇളമ്പൊക്കെ ഉള്ള സമയത്ത്, അതായത് കക്കയില്ലേ, കക്കയുള്ള സമയത്ത് അത് വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുത്തുന്നുണ്ട്. ഫുള്ളായിട്ട് കച്ചറയാന്നല്ല മച്ചു, ഇതാ മഴക്കെല്ലാം ഇങ്ങോട്ട് കൊണ്ടിട്ടതായിരിക്കും. അങ്ങുണ്ട്, അത് അഴീക്കലാണ്. അഴീക്കല് ഷിപ്പെല്ലാം പൊളിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ ഷിപ്പ് പൊളിക്കുന്നുണ്ട്. അതന്നെ അഴീക്കല്. അതുകൊണ്ട് അങ്ങ് ഒരു ഒഴിവ് ഉണ്ടാ, ഒഴിവിന്റെ അപ്പുറത്താണ് കടൽപ്പാലം ഉള്ളത്. ക്യാമറ സൂം ചെയ്തിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഈ രീതി പറയുന്നത്. സൈഡാണ് നമ്മളെ പിന്നെ മാട്ടൂര് വരുന്നത്, ഇപ്പുറത്തെ സൈഡ് അഴീക്കല്. അപ്പൊ ഇത് രണ്ടിനും ഇപ്പൊ പിന്നെ നിലവിലുള്ളത് ബോട്ട് സർവീസാണ്. അടുത്ത് തന്നെ പിന്നെ പാലം വരുമെന്നാ പറഞ്ഞത്. പാലം വന്നിട്ടുണ്ട്, നല്ല സുഖമായി നമുക്ക് പിന്നെ മടക്കരയിൽ നിന്ന് ടൗണിലേക്കെല്ലാം പോകാൻ വേണ്ടി ഏറ്റവും എളുപ്പമാണ്. ഉമ്മയും വരാന്ന് പറഞ്ഞതാണ് കാറ്റ് കൊള്ളാൻ വേണ്ടി. പക്ഷേ ഉമ്മാക്ക് ഇത്രയും ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ ഉമ്മാറ് മതി, കാർ വെച്ചിട്ട് എത്ര ദൂരം നടക്കണം, നീ പോയിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മാച്ചു വന്ന്. മാച്ചു എല്ലാം വന്നിന് ഞാനാണ്, കാരണം മാച്ചു എന്നും വരുന്നില്ല, ഭയങ്കര ഡിമാൻഡ് മാച്ചുവിന് വരാൻ വേണ്ടി. ചിക്കൻ ഉണ്ടാക്കേണ്ട സമയത്തേക്ക് ഞാൻ വേറെ ഏതായാലും മാച്ചു നീ പോയിട്ട് എഴുതിക്കോ, ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതാൻ വേണ്ടി അയച്ചിട്ടുള്ളത്. പെരി പെരി ചിക്കനാണെന്നല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കൈ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഒക്കെ കബാബും അങ്ങനത്തെല്ലാം ഉണ്ടാക്കല്. ഇനി പിന്നെ ഞാൻ പെരി പെരി ഉണ്ടാക്കാം. ഇതാണ് നമ്മളെ പെരി പെരി ചിക്കൻ. ഇതിൻ്റെ കളറുണ്ട്, ഒരു ഓറഞ്ച് കളറാണ്, ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഈ കളറ്. പിന്നെ മണടിച്ചിട്ട് എല്ലാം റെഡി ആയിട്ട് ഇതാ മാസം ഇവിടെ തിന്നാനിരുന്നപ്പോഴേക്ക് നമ്മൾ അമ്മയിലും വന്നിട്ടുണ്ട്. അമ്മായി എന്തുണ്ട് നോക്കിയാ, ടേസ്റ്റ് നോക്കിയാട്ടെ. പ്രോഗ്രാമിങ് പോലെ അല്ല, പിന്നെ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ, അപ്പം പിന്നെ നമ്മളെ അമ്മായി തന്നെ നോക്കിയിട്ട് ടേസ്റ്റ് എല്ലാം പറയുമ്പോൾ അവര് രസമല്ലേ അല്ലേ. എന്തുണ്ട്, അടിപൊളിയാ, സൂപ്പറായി. ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.